ഹലോ എവരിവൺ. അപ്പോൾ കളിച്ച് കളി കാര്യമാവെന്ന് പറയൂലേ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ പടം. നമ്മളിൽ എത്ര പേര് നമ്മുടെ ഫോൺ ഒരു ദിവസം നമ്മുടെ പാർട്ട്ണറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെഡിയാവും? അപ്പോൾ നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിലും നോ എന്നാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണത്. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ്, എത്രത്തോളം നമ്മൾ സിൻസിയറാണ്, ലോയലാണ്, ഫെയ്ത്ത്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇച്ചിരി 10% നമുക്ക് ഒരു സീക്രസി ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല, അല്ലേ? 10% ഞാനൊരു ഭംഗിക്ക് പറഞ്ഞതാണ്. 10% ഞാൻ നിങ്ങളൊരു സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അതിൽ കൂടുതലാണ് ഉണ്ടാവുന്നത്. കാരണം എത്രത്തോളം നമ്മൾ ഓപ്പണാണ്, നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു ഹിഡൻ പേഴ്സണാലിറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പാർട്ട്ണറായിട്ട് നമുക്ക് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിവീലായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് ഈ പടം. ഒരു 7 ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു വെഡ്ഡിങ്ങിന് പോകുന്നു. ആ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഇത്തിരി വൈകിട്ട് ആകുമ്പോൾ ബോറടിച്ച് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിക്കുന്നു. അതായത് എല്ലാവരുടെ ഫോണും ടേബിളിൽ വെച്ചിട്ട് ആർക്ക് ഇനി ഫോണ്, മെസ്സേജ്, കോള് എന്ത് വന്നു കഴിഞ്ഞാലും അത് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ലൗഡ്ലി വായിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒരു ഗെയിം. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമ്മൾ ഈ സെയിം പരിപാടി നമ്മുടെ 12th മാനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ. പക്ഷെ അതിനകത്തൊരു ത്രില്ലർ ടൈപ്പ് വേറൊരു രീതിയായിരുന്നെങ്കിൽ ഇതിനകത്ത് ഫുള്ളി റിലേഷൻഷിപ്പ്, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്ന് പറഞ്ഞത് 2016 ഇറങ്ങിയ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ പടത്തിൻ്റെ റീമേക്കാണ് ഇതെല്ലാം. ഏകദേശം 24 ഭാഷയിൽ റീമേക്ക് ചെയ്ത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പടം കൂടിയാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ ഏകദേശം ഒരു പ്ലോട്ട്. ആ പ്ലോട്ടിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ ആക്ടേഴ്സും ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. എസ്പെഷ്യലി അക്ഷയ് കുമാർ ഒരു നോട്ടി കോഴിച്ചങ്കായിട്ടാണ് അക്ഷയ് കുമാർ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫർദീൻ ഖാൻ ഒരു 14 വർഷത്തിന് ശേഷം ഒരു കംബാക്ക് വന്നൊരു പടമാണ്. അതും കൊടുത്തേക്കുന്ന ക്യാരക്ടറും ഒരു ഇടിവെട്ട് ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് എടുത്ത് തപസ്സി പണ്ണു ഒരു പെഷക ആക്ട്രസ്സാണ്. കുറേ കാലങ്ങളായിട്ട് ഭയങ്കര സീരിയസും ത്രില്ലറൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രാവശ്യം ഒരു കോമഡി ടച്ചുള്ള ഒരു ലൈറ്റ് ക്യാരക്ടറായിട്ടാണ് വന്നേക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഇടയിലുള്ള തగ్గടിയും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നുള്ളത് വാണി കപൂറാണ്. അത് അക്ഷയ് കുമാറിൻ്റെ വൈഫായിട്ടാണ്, സെക്കൻഡ് വൈഫായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അതും തരക്കടില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും തരക്കടിലാണ് തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. സെക്കൻഡ് മാരേജ്, എക്സ്ട്രാ മാരിറ്റൽ അഫയർ, ഹോമോസെക്ഷൽ, പിന്നെ ട്രസ്റ്റ്, നുണ, ലോയാലിറ്റി, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം അക്ഷയ് കുമാറിന്റെ 2 മോണോലോഗ് സ്പീച്ചസ് ആണ്. ഒന്ന് ഫോണിൽ സ്വന്തം മകളായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ, പിന്നൊന്ന് ലാസ്റ്റിൽ ഒരു ഫംഗ്ഷന്റെ ഇടയിലുള്ള ഒരു സ്പീച്ച്. പടം ത്രൂ ഔട്ട് കോമഡിയാണ്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഉള്ളിൽ കരച്ചിലും ബീച്ചിലും ഡ്രാമയൊന്നുമല്ല പരിപാടി. ത്രൂ ഔട്ട് കോമഡി തന്നെയാണ്. കോമഡിൻ്റെ ഇടയിലാണ് കുറച്ച് ചിന്തിക്കാനും കുറച്ച് ഇമോഷൻസും കുറച്ച് സെൽഫ് ചെക്കപ്പിനൊക്കെ ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ളതും സീരിയസ് അല്ലാത്തതും ഒരുപാട് ചിന്തിക്കേണ്ടതായ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. റെക്കമെൻഡഡ് ഫോർ സ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് തന്നെ പോയി കാണാം. പാർട്ട്ണർ, ഗേൾ ഫ്രണ്ട്, ഓൾ വെൽക്കം. ഇല്ലെങ്കിൽ OTTയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് മൂവിയായിട്ട് ഉടനെ വരാം. ടിൽ ദെൻ ബൈ.